കേരളത്തിലെ ഭക്ഷണപ്രേമികൾക്ക് സുപരിചിതമായ കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നൽകുന്നത്. മതപരമായ അടയാളപ്പെടുത്തലുകൾ ഭക്ഷണശാലകളുടെ ബോർഡുകളിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ വേറിട്ട കാഴ്ചകളിലേക്ക്. കേരളത്തിലെ തെരുവുകളിലെ ഹോട്ടലുകൾ കണ്ട് ശീലിച്ചവർക്ക് ബംഗാളിലെ മൂർഷിദാബാദിലെത്തുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നും. കേരളത്തിൽ നമുക്കത്ര പരിചിതമല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. മുസ്ലിം ഹോട്ടൽ എന്ന വലിയ ബോർഡുകൾ സ്ഥാപിച്ച ഭക്ഷണശാലകൾ ഇവിടെ സർവ്വസാധാരണമാണ്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഈ ഹോട്ടലുകളിലെ വിഭവങ്ങളിൽ ഏറിയ പങ്കും ബീഫാണെന്ന് ബോർഡുകളിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. बहुत गर्मी है, फिर भी जनता के लिए बनाना पड़ता है. अपना जो कस्टमर है, रेगुलर जो कस्टमर है, आता है जाता है खाता है. इधर खाना वाना अच्छा मिलता है, इसलिए हर आदमी इधर ही आता है खाने के लिए. बीफ में हर आइटम मिलता है इधर, हर आइटम. बिरयानी, हाँ बिरयानी तो मिलता है. बाकी जो बीफ का मतलब सामान रहता है आपको पता है, सब मिलता है. ബീഫ് കറി മുതൽ റോസ്റ്റ് വരെ വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. മുഗൾ പാരമ്പര്യമുറങ്ങുന്ന ഈ തെരുവുകളിൽ വിശ്വാസവും ഭക്ഷണവും തമ്മിലുള്ള വേർതിരിക്കാനാവാത്ത ബന്ധമാണുള്ളത്. അത് സൗഹൃദത്തിന്റെ അടയാളങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹികമായ അകലത്തിന്റെ സൂചനയായും ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. പലപ്പോഴും സാമുദായികമായ പ്രശ്നങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് എത്തപ്പെടുന്ന പ്രദേശം കൂടിയാണ് മൂർഷിദാബാദ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ കനത്ത ജാഗ്രതയിലാണ് പ്രദേശം. ന്യൂസ് മലയാളം, കൊൽക്കത്ത.